ചേട്ടാ, ഉത്തർപ്രദേശിൽ മുസ്ലിം വിരുദ്ധമായ ചില നിലപാടുകൾ ഉണ്ടായി വരുന്നതൊക്കെ കേൾക്കുന്നു. എന്തെങ്കിലും വാസ്തവമുണ്ടോ? മുസ്ലിം വിരുദ്ധമാണോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത, എന്നാൽ ഉടനെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നൊരു വാർത്ത ഞാൻ പറയാം. ഉത്തർപ്രദേശിൽ ഹലാൽ ഭക്ഷണം നിരോധിച്ചു. വലിയ വാർത്തയായിരുന്നു. വലിയ വാർത്ത എങ്ങനെ വലിയ വാർത്തയാവുന്നത്? ഞെട്ടിയോ? ഞാൻ ഞെട്ടി. എന്തിന്? കാരണം കേരളത്തിലൊക്കെ ഈ ഹലാലില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അല്ല, ഹലാൽ ഭക്ഷണം എന്ന് പറയുന്ന സാധനം സിനു കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? വളരെ കുറച്ച് അടുത്ത കാലത്താണ് ഇത്. കാരണം ഹോട്ടലിൻ്റെ മുമ്പിലൊക്കെ എഴുതി. അതെ, ഹലാലിനെടുത്ത് ഞാനും ഒക്കെ പഠിക്കുന്ന സമയത്ത്, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഹോട്ടലിൻ്റെയും ഒരു 25-30 വർഷം മുമ്പ് കേരളത്തിൽ ഒരിക്കലും ഹലാൽ എന്ന് കണ്ടിരുന്നില്ല. പിന്നീട് സാവകാശം ഒരു 5-10 വർഷത്തിനിടയ്ക്കാണ് വ്യാപകമായി ഹലാൽ സർട്ടിഫൈഡ് ഭക്ഷണം കൊടുക്കുന്ന ബോർഡുകൾ നമ്മുടെ നാട്ടിലുണ്ടായി വന്നത്. അതായത് ഭക്ഷണത്തിൽ ഒരു മതം വരുന്നത് അങ്ങനെയാണല്ലേ. നമ്മൾ ക്രിസ്ത്യാനി നടത്തുന്നോ മുസ്ലിം നടത്തുന്നോ ഹിന്ദു നടത്തുന്നോ എന്ന് നോക്കാതെ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ നമ്മളൊരു സെലക്ഷൻ നടത്തും. ഇന്ന ഹോട്ടൽ മോശമാണ്, നമുക്ക് ഇന്നിടത്ത് കഴിക്കാം. അത് ഹോട്ടലിൻ്റെ പേര് വെച്ചിട്ടാണ്. അത് നടത്തുന്ന സമുദായക്കാരൻ ആരാണെന്ന് നോക്കിയിട്ടില്ല. നല്ല ക്വാളിറ്റി ഫുഡ് കിട്ടുക. കാരണം ഒന്നാമത് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ മിക്കവാറും യാത്ര പോകുന്നവർ, വീട്ടിൽ നിന്ന് കഴിക്കാൻ സാഹചര്യമില്ലാത്തവർക്കാണ്. അവർക്ക് ആരോഗ്യത്തിന് അല്ലെങ്കിൽ വയറിന് ദോഷകരമല്ലാത്ത ഭക്ഷണം കിട്ടണം. കൊടുക്കുന്ന പൈസയ്ക്ക് വൃത്തിയുള്ള നല്ല ആഹാരം കിട്ടുക എന്നത് മാത്രമായിരുന്നു നമ്മുടെ പ്രയോറിറ്റി. വളരെ പെട്ടെന്നാണ് കേരളത്തിൽ വ്യാപകമായി ഹലാൽ എന്നുള്ള ബോർഡുകളും ഹലാൽ ഭക്ഷണം വിളമ്പുന്ന ബോർഡുകളും വന്നത്. അപ്പം ഇപ്പം നമ്മൾ ഹലാൽ നിരോധിച്ചു UP-യിൽ എന്ന് പറയുമ്പോൾ പലരും ഞെട്ടും. പക്ഷേ ഭക്ഷണത്തിൽ ഹലാൽ കൊണ്ടുവന്നപ്പോൾ ആരും ഞെട്ടിയില്ല. ശരിക്കും അതില്ലേ, നമ്മൾ സാർവജനീനമായി എല്ലാ മനുഷ്യരും കഴിക്കുന്ന ആഹാരം എല്ലാവർക്കും അനിവാര്യമായൊരു വസ്തുവാണ് അല്ലേ. ജലവും ഭക്ഷണവും വായുവും മനുഷ്യന് ഏറ്റവും വേണ്ടുന്ന ബേസിക് നീഡ്സാണ്. ഈ ബേസിക് നീഡ്സിൽ മതം കലർത്തിയതിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല കേരളത്തിൽ. ഇനി ആരെങ്കിലും അത് ചോദ്യം ചെയ്താൽ അവൻ വർഗീയവാദിയാവുകയും ചെയ്യും. എങ്ങനെയുണ്ട്? ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തിനാണ് നിങ്ങൾ മതം കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ അത് വർഗീയതയായി വ്യാഖ്യാനിക്കപ്പെടുന്ന കേരളമാണ് ഇപ്പോൾ ഉള്ളത്. ഈ എന്താണ് ഹലാൽ? ഹലാൽ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഹലാൽ എന്ന് പറഞ്ഞ എന്തോ ഒരു ഏജൻസി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഉള്ള ഭക്ഷണം, അതുള്ള ഭക്ഷണശാലകൾ. ഞാൻ മനസ്സിലാക്കുന്ന അവിടെ മാംസം വിളമ്പുമ്പോൾ ഇസ്ലാമിക രീതി അനുസരിച്ച് അറക്കുന്ന, ബിസ്മി ചൊല്ലി അറക്കുന്ന മാംസം. ബിസ്മി എന്ന് പറയുന്നത് മറ്റു മതക്കാർ പറയുന്നത് അത് അവരുടെ മന്ത്രമാണ്, അവരുടെ പ്രാർത്ഥനയോ മന്ത്രമോ എന്തോ ആവട്ടെ. അത് ചൊല്ലുമ്പോൾ അവരുടെ മതാചാരപ്രകാരം കട്ട് ചെയ്യുന്ന മാംസം പാകം ചെയ്യുന്ന ഹോട്ടൽ. ആര് പാകം ചെയ്യുന്നു? ഞാൻ പിന്നെയും മനസ്സിലാക്കിയിട്ടുള്ളത്, ആരെങ്കിലും ഉണ്ട് തിരുത്താൻ തെറ്റുണ്ടെങ്കിൽ തിരുത്തട്ടെ. ഇങ്ങനെ പാകം ചെയ്യുന്ന ഇങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്നത് ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കണം. അപ്പോൾ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ഇസ്ലാമിക രീതി അനുസരിച്ച് മൃഗങ്ങളെ കൊന്ന് മാംസമുണ്ടാക്കി അത് അവരുടെ വിശ്വാസമനുസരിച്ച് പാകം ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകൾ. അതാണ് ഒരു ഇസ്ലാം കഴിക്കേണ്ടത് അല്ലേ. അതാണ് വിശ്വാസം. ഹലാൽ ഭക്ഷണം വേണം മുസ്ലിമുകൾ കഴിക്കാൻ. അപ്പോൾ ഹലാൽ ഭക്ഷണമുള്ള ബോർഡുകൾ നോക്കി വേണം മുസ്ലിമുകൾ ഭക്ഷണശാലകൾ തിരഞ്ഞെടുക്കാൻ. എന്ന് പറഞ്ഞാൽ നോൺ ഹലാലായിട്ടുള്ള ഭക്ഷണശാലകൾ മുസ്ലിമുകൾക്ക് വർജ്യമാണ് അല്ലേ. സിമ്പിൾ ലോജിക്കാണ്. അതായത് ഹലാൽ ബോർഡില്ലാത്ത ഭക്ഷണശാലകളിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് എന്ന് പറയാതെ പറയുകയാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ വഴി. തർക്കമില്ലല്ലോ. അപ്പോൾ മുസ്ലിം ആരുടെ ഹോട്ടലിൽ നിന്ന് കഴിക്കണമെന്നാണ് പറയുന്നത്? ഇൻഡയറക്റ്റായിട്ട് മുസ്ലിമിൻ്റെ ഹോട്ടലിൽ നിന്ന് കഴിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയും ഹിന്ദു നടത്തുന്ന ഹോട്ടലിൽ നിന്ന് കഴിക്കാതിരിക്കുക എന്നതാണ്. പക്ഷേ എല്ലായിടത്തും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ആനന്ദഭവൻ അല്ലെങ്കിൽ വസന്ത വിഹാർ തുടങ്ങിയിട്ട് ഹിന്ദു മാനേജ്മെൻറ്റുകൾ നടത്തുന്ന നോൺ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കാൻ വലിയ തോതിൽ രാത്രിയൊക്കെ ഇവിടെ വസന്ത വിഹാറിലൊക്കെ ചെന്നാൽ മുസ്ലിം ഫാമിലീസ് തട്ടോ ഇട്ട ആളുകൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. അവിടെ നോൺ ഹലാൽ ഫുഡല്ല വിളമ്പുന്നത്. നോൺ ഹലാൽ ഫുഡാണ് വിളമ്പുന്നത്, ഹലാൽ ഫുഡല്ല വിളമ്പുന്നത്. ഹിന്ദു രീതിയിൽ ഉണ്ടാക്കുന്ന വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ വലിയ തോതിൽ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഹലാൽ മാത്രം കഴിക്കണമെന്ന് ശഠിക്കാൻ ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എല്ലാ മുസ്ലിമുകളും ഹലാൽ തന്നെ കഴിക്കണം നിർബന്ധം പിടിക്കുന്നില്ല. എന്നാൽ നിർബന്ധം പിടിക്കുന്നവരുമുണ്ട്. പക്ഷേ ഹലാൽ ഭക്ഷണം വെക്കുമ്പോൾ അതിനകത്തൊരു ഇൻവിറ്റേഷനാണ്. ഒരു മുസ്ലിം വിശ്വാസി, ദീനിയായ മുസ്ലിം ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഹോട്ടലുകൾ വർജിക്കുക എന്നുള്ള ഒരാഹ്വാനം അതിനകത്തുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ട്. ഇല്ല എന്ന് തർക്കിച്ച് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന വൃഥാവ്യായമാണ്. ഇതാണ് ഹലാലിൻ്റെ പ്രശ്നം. ഇപ്പോൾ UP-യിൽ ഹലാൽ ഭക്ഷണം വിളമ്പാൻ പാടില്ല എന്ന് UP സർക്കാർ, യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. അതിന് കാരണമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില വിവാദങ്ങൾ ഇന്നലെയൊക്കെ ചർച്ചയാവുന്നുണ്ട്. ഇപ്പോൾ ഹലാൽ ഇന്ന് ചർച്ചയായി വരാൻ പോവുകയാണ്. അതായത് അവിടെ കൻവാർ യാത്ര എന്ന് പറയുന്നൊരു യാത്രയുണ്ട്. കൻവാരികൾ എന്ന് പറഞ്ഞാൽ ശിവഭക്തരാണ്. അവർ വർഷത്തിലൊരിക്കൽ ഡൽഹിയിലെയും രാജസ്ഥാനിലെയും നോർത്ത് ഈസ്റ്റിലെയും
ഒക്കെയുള്ള ഹരിയാനയിലേക്ക് ശിവഭക്തർ വലിയ കൂട്ടങ്ങളായി വന്ന് ഗംഗാജലം ശേഖരിച്ച് അവിടെ ഹരിദ്വാരിലും നീലകണ്ഠേശ്വര ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അവർ ഗംഗാജലം ശേഖരിച്ച് അവരുടെ നാട്ടിലുള്ള ശിവക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആചാരപരമായി ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒന്നാണ് കൻവാർ യാത്ര. കൻവാർ യാത്ര ജൂലൈ 22 തുടങ്ങാൻ പോവുകയാണ്. കൻവാർ യാത്ര പ്രധാനമായും കടന്നു പോകുന്ന മുസാഫർ നഗർ ജില്ലയിലൂടെയാണ്. മുസാഫർ അവിടെ പോകുമ്പോഴത്തേക്ക് അതിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യമേ അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി ഒരു സർക്കുലർ ഇറക്കി. ആ പ്രദേശത്തുള്ള എല്ലാ ഹോട്ടൽ ഉടമകളും അവരുടെ ഹോട്ടലിൻ്റെ പേരിനൊപ്പം ഹോട്ടൽ നടത്തുന്ന ആളുടെ പേര് കൂടി എഴുതണം. മുസ്ലിങ്ങൾ എഴുതണമെന്നല്ല, ഹോട്ടൽ നടത്തുന്ന ആരൊക്കെയാണോ അവർ അവരുടെ ഹോട്ടലിൻ്റെ പേരിനോടൊപ്പം നടത്തിപ്പുകാരൻ്റെ പേര് കൂടി എഴുതണം എന്ന് ഒരു സർക്കുലർ ഇറക്കി. അത് വലിയ വിവാദമായി. ഇത് മുസ്ലിങ്ങളെ നാസി ക്യാമ്പിൽ പണ്ട് ചെയ്ത പോലെ മുസ്ലിങ്ങളെ ആദ്യം തിരിച്ചറിയുക, പിന്നീട് അവരെ കൊല്ലുക, അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. മുസ്ലിം പേരുകൾ എഴുതി വെച്ചാൽ അത് അവരുടെ മൗലികാവകാശത്തിനുള്ള ലംഘനമാണ് എന്നൊക്കെയാണ് വാദം ഉയർന്നത്. കോൺഗ്രസ് പറഞ്ഞു, ആപ്പ് പറഞ്ഞു, അഖിലേഷിൻ്റെ പാർട്ടി പറഞ്ഞു, എല്ലാവരും ഇതിനെതിരെ വന്നു. അപ്പോൾ യു പി സർക്കാർ പറയുന്നത് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം അതിനകത്ത് ഓരോ ഹോട്ടലിൻ്റെയും ഉടമയാരാണ്, ആരൊക്കെയാണ് ജോലിക്കാരെന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വ്യവസ്ഥയുണ്ട്. അപ്പോൾ അതിനകത്ത് സർക്കാർ ചോദിക്കുന്നത് ഇതെങ്ങനെ വർഗീയമാകും? കട നടത്തുന്ന ആളുടെ പേര് കൂടി ബോർഡിൽ എഴുതി വെക്കണം. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദു ഭൂരിപക്ഷ സ്ഥലങ്ങളിലെല്ലാം നടത്തുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ വസന്തവിഹാറിന് സമാനമായ ആനന്ദഭവൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹോട്ടലുകളുണ്ട്. നമ്മുടെ ഇവിടെയും ചില ആനന്ദഭവനിലും തിരുമേനീസ് പായസക്കടയിലൊക്കെ ചെന്നിട്ട് നമ്മൾ പായസം വാങ്ങിയിട്ട് ഗൂഗിൾ പേ ചെയ്താൽ അൻവർ എന്ന ഹുസൈൻ എന്നൊക്കെ പേര് വരുന്നത്. അപ്പോൾ ഈ ഇതരമത വിശ്വാസം ചൂഷണം ചെയ്യുക മാത്രമല്ല, അന്യമതത്തോട് അനുഭാവമുള്ളൊരു മതമല്ല ഇസ്ലാം മതം. അവർ അന്യമത വിശ്വാസികളെല്ലാം കാഫിറുകളാണ്, വിഗ്രഹാരാധനയെ എതിർക്കുന്നവരാണ്. പക്ഷേ നമുക്കറിയാം, നമ്മളിരുന്ന് സംസാരിക്കുന്ന ഈ എറണാകുളം നഗരത്തിൽ പോലും ഈ പറയുന്ന ആനന്ദഭവൻ എന്നൊക്കെ പറയുന്ന ആനന്ദഭവൻ പോലെയുള്ള പേരുകളിടുന്ന കടകളിൽ പോയി നമ്മളെ ഭക്ഷണം കഴിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്താൽ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ്റെ പേര് കാണാം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരാൾ ചന്ദനക്കുറിയൊക്കെ ഇട്ടിരിപ്പുണ്ടാവും. അവിടെ ഭഗവാന്റെ ശ്രീരാമൻ്റെയും വിഷ്ണുവിൻ്റെയും ഒക്കെ സരസ്വതിയുടെയൊക്കെ ഫോട്ടോ ഉണ്ടായും. അത് ഇവർക്ക് വിശ്വാസപരമായി ഇവർക്ക് നിഷിദ്ധമായ ദീനിയായ ഒരു മുസ്ലിമിൻ്റെ ജീവിതചര്യയുടെ ഭാഗമായി ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊരു കച്ചവടം നടത്തുകയാണ്. അപ്പോൾ മതവിശ്വാസം ഒന്നും പറയാൻ പറ്റില്ല. യഥാർത്ഥ വിശ്വാസിയായ ഒരാൾക്ക് അന്യമതത്തിൻ്റെ ചിഹ്നങ്ങളെ വെച്ചുകൊണ്ട് വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് ഒരു കച്ചവടം നടത്തി ഉണ്ടാക്കുന്ന പണം ശിർക്കല്ലേ? അത് വിലക്കപ്പെട്ട പണമാണ്. അത്തരം ചില കാര്യങ്ങൾ കേരളത്തിൽ പോലും നടക്കുന്നുണ്ട്. കേരളത്തിൽ പിന്നെ ഇതിനെതിരെ പറഞ്ഞു പോയാൽ നമ്മുടെ തല പോകും. കാരണം നമ്മൾ വർഗീയത ഉണ്ടാക്കുക എന്ന് പറയും. പക്ഷേ യു പി സർക്കാർ അങ്ങനെയല്ല കണ്ടത്. കൻവാർ യാത്ര എന്ന് പറയുന്നത് ആളുകൾ വ്രതമെടുത്ത് വളരെ വിശുദ്ധമായി യാത്ര ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവർ ആഹാരം കഴിക്കുന്ന സ്ഥലങ്ങൾ ഇത്തരത്തിൽ വിശുദ്ധമായി പാലിക്കപ്പെടുന്ന സ്ഥലങ്ങളായിരിക്കണം. നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കുന്ന കടയിൽ ചെന്ന് വെജിറ്റേറിയൻ കഴിച്ചാൽ അത് ആ പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കി തരിക. നമ്മുടെയൊക്കെ നമ്മൾ നോക്കൂ, നമ്മുടെ സ്ട്രീറ്റ് ഫുഡൊക്കെ വയ്ക്കുന്ന കടകൾ നോക്കൂ. നിങ്ങളവിടെ പോയി വെജിറ്റേറിയൻ ചില്ലി ഗോബി ഓർഡർ ചെയ്താൽ അത് ഉണ്ടാക്കുന്നത് നേരത്തെ ചിക്കൻ വറുത്ത പാത്രത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ വിശ്വാസപരമായ ആളുകൾക്കൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കുറേ കാലമായി അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കയറി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴാണ് അതിനകത്ത് മാംസകഷ്ണം കിട്ടിയത് എന്നൊക്കെ പറയുന്ന പരാതികളൊക്കെ അവിടുത്തെ വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളുകൾക്ക് ഷോപ്പുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയണം. അതിനുവേണ്ടി കൻവാർ യാത്ര പോകുന്ന റൂട്ടിലെ കടകളിലെല്ലാം എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ബോർഡുകളിൽ കട നടത്തുന്ന ആളുകളുടെ പേര് വെക്കണം എന്ന് പറഞ്ഞ് ഒരു വലിയ വിവാദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശ് മൊത്തമൊന്നുമല്ല, ഈ റൂട്ടിൽ മാത്രമായിരുന്നു. പക്ഷേ വിവാദം അങ്ങ് മൂത്തപ്പോൾ സാധാരണ ഒരു വിവാദം ഉണ്ടായി, പ്രതിഷേധം വരുന്നു, ഒവൈസി പറയുന്നു, അഖിലേഷ് യാദവ് പറയുന്നു, കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു ഒക്കെ പറയുമ്പോഴത്തേക്ക് പ്രതിഷേധം ഭയന്ന് അത് പിൻവലിക്കും. യോഗി ആദിത്യനാഥ് എന്ത് ചെയ്യുന്നറിയോ, ഒരു ജില്ലയിൽ മാത്രം ബാധകമായിരുന്നത് സംസ്ഥാനം മുഴുവൻ അങ്ങ് ബാധകമാക്കി. ഏത് ഈ പറയുന്ന ഹോട്ടലുകളുള്ള പേര് വെക്കണമെന്ന്. ഇപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നു, ഡൽഹി ഹൈവേ, അതായത് ദില്ലി ഡെറാഡൂൺ നാഷണൽ ഹൈവേ, അവിടെ ചായ ലവർ പോയെന്ന് പറഞ്ഞൊരു ഒരു പ്രശസ്തമായ ഒരു ധാബയുണ്ടായിരുന്നു. വലിയ 100 കണക്കിന് ആളുകളും വാഹനങ്ങളും ഒക്കെ വരുന്ന ഒരു കടയാണ്, ധാബയാണ്, റോഡരികിൽ, ഡൽഹി ഡെറാഡൂൺ ഹൈവേ, നാഷണൽ ഹൈവേ. അവിടെ ബോർഡ് മാറിയിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ആ ഫോട്ടോയിൽ ഇപ്പോൾ പറയുന്നത് വക്കീൽ അഹമ്മദ് ടീ സ്റ്റോൾ എന്നായി. ഇനി മറ്റൊന്ന് അതുപോലെ ഒരു പ്രധാനപ്പെട്ട വേറൊരു കട, വലിയ ധാബ, നമ്മൾ ചെറിയ കടയൊന്നുമില്ല, വലിയ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു കടയുടെ പേര് സംഘം ശുദ്ധ ഭോജനാലയ എന്നായിരുന്നു. സംഘം ശുദ്ധ ഭോജനാലയ. ഇന്നിപ്പോൾ അതിൻ്റെ പേര് സലിം ശുദ്ധ ഭോജനാലയ എന്നായി. അപ്പോൾ നിയമം
അവിടെ ഈ പറഞ്ഞ ബഹളം വെച്ച് ഈ തീർത്ഥയാത്ര പോകുന്ന പാതയിൽ മാത്രമുണ്ടായിരുന്ന ഒന്ന് വർഗീയവൽക്കരിച്ച് സംസ്ഥാനം മൊത്തം വിലയ്ക്ക് മേടിച്ചു സംസ്ഥാനം മുഴുവൻ. കൂട്ടത്തിലൊരു ഓർഡർ വന്നു, കൻവാർ യാത്ര നടത്തുന്ന മേഖലകളിൽ മാംസക്കച്ചവടം പാടില്ല, മദ്യം വിൽക്കാൻ പാടില്ല, ഒപ്പം ഹലാൽ ഭക്ഷണം വിൽക്കാനും പാടില്ല എന്ന് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി. ഇതാണിപ്പോൾ യു പിയിലെ ഏറ്റവും പുതിയ. അപ്പോൾ ചെറിയ ഈ ചിരങ്ങ് ചൊറിഞ്ഞ് പുണ്ണാക്കി എന്ന് പറയുന്നത് പോലെ നോക്കൂ, ഞാൻ പറയട്ടെ, ഒരു സ്ഥാപനം ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റിൽ കട നടത്തുന്ന ആളുകളുടെയും കടയിലെ ജീവനക്കാരുടെയും പേരുകൾ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് നിലവിലുള്ള നിയമമാണ്. അത് പാലിക്കുന്നില്ല. അത് പാലിക്കണം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം വിരുദ്ധരാകുന്ന എങ്ങനെയാണ്? മുസ്ലിങ്ങളുടെ മാത്രമല്ലല്ലോ, എല്ലാ കടകളും, ക്രിസ്ത്യാനി നടത്തുന്ന കടയും സിഖുകാരൻ നടത്തുന്ന കടയാണേലും ഹിന്ദു നടത്തുന്നതാണേലും അതിൻ്റെ പേരെഴുതി വെക്കണം. ആ പേരെഴുതി വെക്കണം എന്ന് പറയുമ്പോൾ ഈ മുസ്ലിങ്ങളെ മാത്രം ഹർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൽ നിന്ന് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾ ക്യാമോഫ്ലാഷ് ചെയ്ത് ഒളിച്ച് കടത്തുന്നുണ്ട് ചിലത്. ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന ഭാവത്തിൽ ഒളിച്ച് കിടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി പുറത്തു വന്നാൽ കുഴപ്പമാണ്. എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ ഐഡൻറ്റിറ്റി പുറത്തു വന്ന് ഹിന്ദുക്കൾ അവിടുന്ന് ഭക്ഷണം കഴിക്കത്തില്ല എന്നൊരു ധാരണ ഇവർക്കുണ്ട്. ആ ധാരണ ഫലപ്രദമായി നോർത്ത് ഇന്ത്യയിൽ വരാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഏതാനും വർഷങ്ങളല്ല മാസങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്, ചില വീഡിയോസ് ഉണ്ട്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിന് തുപ്പുന്നു, ഹലാലാക്കാൻ വേണ്ടി തുപ്പുന്നു, ചിലയിടത്തൊക്കെ മൂത്രം ഒഴിക്കുന്നു. ഈ പഴക്കച്ചവടം നടത്തുന്നവർ ഇത് കഴുകുന്നത് മൂത്രം ഒഴിച്ച വെള്ളത്തിൽ പഴങ്ങൾ കഴുകി വെക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഫേക്കാണ് എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. ആളുകൾക്കപ്പോൾ ഹലാൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ച് ഒരു അതൃപ്തി, ആശങ്ക, ഭയമൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഇത് ഉത്തരേന്ത്യയിൽ ഒരു കൻവാർ തീർത്ഥയാത്ര നടത്തുന്ന കൻവാരികൾക്ക് വലിയ ആശങ്ക ഉണ്ടാകും. അത് കണക്കിലെടുത്തിട്ടാണ് അത് ഒരുപക്ഷെ സംഘർഷത്തിലേക്ക് മാറാം. മുസാഫർ നഗറിലൊക്കെ പോകുമ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ഒരു നോൺ വെജിറ്റേറിയൻ കട ശിവൻ്റെ പേരിട്ട് കച്ചവടം നടത്തി ആളുകളെ പിടിച്ച് അവിടുന്ന് ഒരു മാംസ കഷ്ണമോ അല്ലെങ്കിൽ മാംസം ഉണ്ടാക്കുന്ന കണ്ട അത് വലിയ കാലുഷ്യം ഉണ്ടാക്കാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സർക്കാർ എടുത്തത് മുൻകരുതൽ നടപടി. കൻവാർ യാത്ര പോകുന്ന കൻവാരികൾ പോകുന്ന വഴിയിൽ മാത്രം എന്ത് ചെയ്യണം, ഈ കടകളിലെ പേരെഴുതി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് മുസ്ലിം വിരുദ്ധമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അപ്പോൾ നാളെ വേറെ കാര്യമുണ്ട്, ഇത് സ്റ്റേറ്റിൽ മുഴുവനാവട്ടെ, വേണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളുടെ കടകളും ബഹിഷ്കരിക്കാമല്ലോ. ബഹിഷ്കരിക്കുമെന്നുള്ള ആശങ്കയാണെങ്കിൽ അതൊന്നും സംഭവിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഒരു വ്യാപാരശാലയിൽ സാധനം വാങ്ങാൻ പോയാൽ അത് ഹിന്ദുവിൻ്റെ ആണോ മുസ്ലിമിൻ്റെ ആണോ എന്ന് നോക്കിയിട്ടാണോ പോകുന്നത്? ആവശ്യം നമുക്ക് അവൈലബിൾ ആയിട്ട് നല്ല സാധനം നമ്മുടെ കൈയെത്തുന്ന എവിടെ കിട്ടുന്നോ അവിടെ പോയി കളക്ട് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെയെല്ലാം വർഗീയമായി ചിത്രീകരിച്ച് ഒരു വലിയ കാമ്പയിൻ നടത്തുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. അപ്പോൾ ഇത് ശരിക്കും ഇതിനെതിരെ പ്രചാരം നടത്തുന്ന ആളുകളാണ് ഈ വർഗീയ വിദ്വേഷം നടത്തുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റിൽ ഇങ്ങനെ ഉടമസ്ഥരുടെ പേര് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു പി സർക്കാർ അത് ഡിമാൻഡ് ചെയ്യുകയും നടപ്പിലാക്കുകയും തീരുമാനിച്ചാൽ അതെങ്ങനെ മുസ്ലിം വിരുദ്ധമാകും? നമ്മുടെ നാട്ടിൽ നോക്കൂ, ഗുരുവായൂരില്ല. ഗുരുവായൂർ ചുറ്റുപാടുള്ള കടകളൊക്കെ ആരുടെയാണ്? പല ജാതി മഹാഭൂരിപക്ഷം മുസ്ലിംസിൻ്റെയാണ്. ശബരിമലയിൽ പോലും പല ഉത്സവകാലത്തും കച്ചവടം സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം നടത്തുന്ന മുസ്ലിം സഹോദരങ്ങളാണ്, സന്നിധാനത്ത് ഉൾപ്പെടെ. അതിലൊന്നും ആർക്കും പ്രശ്നമൊന്നുമില്ലെന്നേ. ഞാൻ മനസ്സിലാക്കുന്ന അവിടെയൊക്കെ അവർ അതിൻ്റേതായ ശബരിമലയാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെതായ വിശുദ്ധിയോടെ അവിടെ വരുന്ന അയ്യപ്പന്മാരൊക്കെ വ്രതമെടുത്ത് വരുന്നവരാണ് എന്നുള്ള മനോഭാവം തിരിച്ചറിഞ്ഞ് ആ ആറ്റിറ്റ്യൂഡിലൂടെ കച്ചവടം നടത്തുന്നവരാണ്. അപ്പം ഈ തൃശ്ശൂർ പൂരമാവട്ടെ എന്താവട്ടെ, ഹിന്ദുക്കളുടെ വലിയ ഉത്സവങ്ങൾ മുസ്ലിം കച്ചവടക്കാരുടെ ഒരു വരുമാന മാർഗമാണ്. അതുകൊണ്ടാണ് ശബരിമല പ്രക്ഷോഭകാലത്ത് മുസ്ലിം വ്യാപാരികളും സംഘടനകളുമൊക്കെ ഹിന്ദുക്കൾക്ക് അനുഭാവപൂർവമായ നിലപാടെടുത്തത്. കാരണം ഒരു സീസൺ കാലത്ത് എത്ര കോടി രൂപയുടെ കച്ചവടം നടക്കുന്നത്, ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മുസ്ലിം സഹോദരങ്ങളുടെ സ്ഥാപനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആളുകളുടെ മര്യാദ, വിശുദ്ധി, ആചാരങ്ങളൊക്കെ പാലിക്കണമെന്ന് നിഷ്കർഷിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം കച്ചവടക്കാർ. അപൂർവം ചിലരൊക്കെ ഇതൊക്കെ മുടിഞ്ഞു പോകണേ എന്ന് പറഞ്ഞ കച്ചവടം നടത്തുന്ന ആളുകൾ അതെല്ലാ ജാതികളിലും എല്ലാ മതത്തിലുമുണ്ട്. അപ്പോൾ ഈ കൻവാർ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു പ്രദേശത്ത് മാത്രം നടപ്പാക്കിയ ഒരു കാര്യം ഒരു സംസ്ഥാനമാകെ മേടിച്ച് റെഡിയാക്കി കൊടുക്കാൻ ചോദിച്ചു മേടിക്കാൻ യു പിയിലെ കോൺഗ്രസിനും അഖിലേഷിൻ്റെ പാർട്ടിക്കും ഒവൈസിക്കും കഴിഞ്ഞു. അത് മാത്രമല്ല, അതിന് തൊട്ടു പിന്നാലെ ഉത്തരാഖണ്ഡും സമ്പൂർണ്ണമായി ഇത് വിലക്കിക്കൊണ്ട് ഒരു ഉത്തരവിറക്കി. ഈ യു പിക്ക് പിന്നാലെ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഇറക്കിയിരിക്കുന്നു, സകല വ്യാപാര സ്ഥാപനങ്ങളും നടത്തുന്ന ആളുടെ പേര് ബോർഡിൽ എഴുതി വെക്കണമെന്നും. ഒരു സംസ്ഥാനത്ത് ഒരു ചെറിയ പ്രദേശത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു സംഘർഷമൊക്കെ ഉണ്ടാകുമ്പോൾ 144 പ്രഖ്യാപിക്കും. അതിൽ ബാക്കിയുള്ളവരുടെ ബഹളം വെച്ച് അത് സ്റ്റേറ്റ് മുഴുവനാക്കി എന്ന് പറയുന്നത് പോലെ
ഒരു പ്രദേശത്തേക്ക് മാത്രം കൊണ്ടുവന്നത് വിലയ്ക്ക് വാങ്ങി സ്റ്റേറ്റ് മുഴുവനാക്കി തൊട്ടടുത്ത സ്റ്റേറ്റിലേക്കും പടർന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഹലാൽ എന്ന ഭക്ഷണം സത്യത്തിൽ ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് പൈസ ഉണ്ടാക്കാനും ഒരു മതം അതിനിടയ്ക്ക് ഒളിച്ചു മതം ഒളിച്ചു കിടത്തൽ തന്നെയാണ്. മതം അത് വളരെ സിമ്പിളാണ്. ഇപ്പം സിനുവിൻ്റെ ഹോട്ടൽ ഹലാൽ ഹോട്ടൽ, എൻ്റെ ഹോട്ടൽ ഹലാൽ അല്ലാത്ത ഹോട്ടൽ. ഒരു വിശ്വാസിയായ മുസ്ലിം വന്നാൽ എൻ്റെ അടുത്ത് ഒരു സിനുവിൻ്റെ അടുത്ത് എൻ്റെ ഹോട്ടലിൽ വരും ഹലാൽ എന്ന് ബോർഡ് വെച്ചു. അതാണ്. പക്ഷേ മറ്റ് സമുദായക്കാരും അങ്ങനെ ചെയ്യുന്നില്ല. ചെയ്യില്ല. മറ്റ് സമുദായക്കാർക്ക് ഈ പ്രശ്നം ഹലാൽ കണ്ടാലും നമ്മൾ കയറി ഭക്ഷണം കഴിക്കും. അതെ, ഹലാൽ ഇല്ലെങ്കിലും കഴിക്കും. അപ്പോൾ ഇത് ഒരു ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നതിനേക്കാളും അപകടമാണ് മതം കലർത്തുന്നത്, അല്ലേ? വിഷം കഴിച്ച ഒരാളെ ചാവുള്ളൂ കഴിക്കുന്നവനെ. മതം തലയ്ക്ക് പിടിച്ചാൽ ഒരു സമൂഹം മുഴുവൻ ഇല്ലാതാവും. അപ്പോൾ ഭക്ഷണത്തിൽ മതം കടത്താനുള്ള ദുഷ്ട ലക്ഷ്യത്തോടു കൂടിയാണ് ഹലാൽ വ്യാപകമാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഹലാൽ എന്നുള്ള തിന്മയ്ക്കെതിരെയുള്ള ആദ്യത്തെ പോരാട്ടം ഇപ്പോൾ UP-യിൽ ആരംഭിച്ചിരിക്കുകയാണ്. അത് രാജ്യത്തെമ്പാടും എങ്ങനെ നാളെ മാറിയേക്കാം. ഒരുപക്ഷെ നാളെ ഉത്തരാഖണ്ഡും ഈ കൻവാർ യാത്രാ പ്രദേശത്തെ ഈ വിലക്കുകൾ ഒരു സ്വമേധയാ എടുത്തിട്ട് ആരുടെ നിർബന്ധം കൂടാതെ നടപ്പാക്കി ഉത്തരാഖണ്ഡ് നടപ്പാക്കിയതുപോലെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭക്ഷണത്തിലും വഴി നടക്കുന്നതിലുമൊക്കെ മതം കൊണ്ടുവരുന്നതിന് എതിരായ നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.